നാം വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമുക്ക് കടന്നു വരാം. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 11 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിപ്പാൻ ആഗ്രഹിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 19:11. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്നു പേർ. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അവന്റെ കണ്ണ് അഗ്നിജ്വാല. നമുക്കത് മതി. നാം ഈ ഭാഗം വായിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയെക്കുറിച്ചുള്ള കാര്യമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ബൈബിൾ ക്ലാസ്സാണ്. ഹല്ലേലൂയ. മഹത്വ പ്രത്യക്ഷത എന്ന് വെച്ചാൽ അക്ഷരാർത്ഥത്തിൽ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വരുന്ന ആ ഭാഗമാണ് വെളിപ്പാടിൽ. മറ്റുള്ളിടത്ത് സക്കറിയ പ്രവചനത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ വെളിപ്പാടിൽ സ്തോത്രം ആ കാര്യമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം 83-ാം സങ്കീർത്തനം 4-5 വാക്യം വായിക്കുമ്പോൾ ഈ അങ്ങനെ ഒരു ജാതി ഇല്ലാതിരിക്കേണ്ടതിന് വേണ്ടി ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു യുദ്ധത്തിൻ്റെ ഹർമഗദോൻ യുദ്ധത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. അതുകൂടെ ഒന്ന് വായിച്ചേച്ച് 83-ാം സങ്കീർത്തനം 4-5 വാക്യം നോക്കുക. ഇത് പ്രവാചകൻ സങ്കീർത്തനക്കാരൻ ആത്മാവിൽ കണ്ട് പറയുകയാണ്, വരുവീൻ ഇസ്രായേൽ ഒരു ജാതിയായിരിക്കാതെ വണ്ണം അവനെ മുടിച്ചു കളക. അവരുടെ പേരിനി ആരും ഓർക്കരുത്. ഈ ഒരു വ്യാപാരം ഇന്ന് നമ്മളോടുള്ള ബന്ധത്തിലുമുണ്ട്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം, നമ്മളെ എന്ത് ചെയ്യുക? മുടിച്ചു കളയുക. നമ്മളൊരു ദോഷം ചെയ്തിട്ടല്ല, ശത്രുവിന് എപ്പോഴും നമ്മളെ മുടിക്കണമെന്നാണ് ആഗ്രഹം. വചനം പറയുന്നു, അറക്കുവാനും മുടിപ്പാനുമാണ് എന്ത് വരുന്നത്? കള്ളൻ വരുന്നത്. സ്തോത്രം. അറക്കാനും മുടിപ്പാനുമാണ് കള്ളൻ വരുന്നത്. സ്തോത്രം. ഇവിടെ പറയുകയാണ്, സ്തോത്രം, വരുവീൻ ഇസ്രായേൽ ഒരു ജാതിയാകാതെ വണ്ണം അവരെ എന്ത് ചെയ്യുക? നാം അവരെ മുടിച്ചു കളക. അത് കുറേ നാൾ മുമ്പ് നാസർ, ഈജിപ്തിൻ്റെതായ പ്രസിഡന്റ്, എഴുന്നേറ്റത് പറഞ്ഞതാ ഈ വാക്യം തന്നെ. ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ വന്നതാ. പക്ഷേ അവൻ പരാജയപ്പെട്ടു പോകുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണമേ, ഈ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 11 മുതൽ വരുമ്പോൾ ഹർമഗദോൻ യുദ്ധത്തിൻ്റെ ചരിത്രമാണ്. ഹർമഗദോൻ യുദ്ധം 1-2 പ്രാവശ്യം ഇടയ്ക്ക് പറഞ്ഞതാണ്. എല്ലാ ജാതികളും ഇസ്രായേലിനെതിരായി യുദ്ധത്തിന് കടന്നു വരും. നിമിഷ നേരം മതി കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിയാൻ. നിമിഷ നേരം മതി ഇപ്പോൾ കാര്യങ്ങൾ മാറാൻ. ഇതുവരെ അമേരിക്കയും ഇന്ത്യയും കൂടെ നല്ല സ്നേഹത്തിലായിരുന്നു. ഇപ്പം അതിനകത്ത് ഫ്രിക്ഷൻ വന്നു. ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു പറയുന്നു, ഞാൻ രണ്ടുപേരെയും കൂടെ യോജിപ്പിക്കാം. അപ്പോഴത്തേക്ക് റഷ്യ, അതുപോലെ തന്നെ ബ്രസീൽ, ബ്രിക്സ് രാജ്യങ്ങളെന്ന് പറയുന്ന ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, അങ്ങനെ ഒരു, അതാണ് ബ്രിക്സ്. അങ്ങനെ ഒരു കൂട്ടായ്മയുണ്ട്. അവർ ചിന്തിക്കുന്ന ഒരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ, ഇനി ഡോളർ വെച്ചുള്ള ഇടപാട് നടത്തണ്ട, നമ്മുടെ നാണയം വെച്ച് വിനിമയം നടത്തിയാൽ മതി. അപ്പോൾ അമേരിക്കൻ ഡോളറിൻ്റെ വില കുറപ്പിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇതേ ശത്രുതയായിട്ടിരുന്നവരും ഇപ്പോൾ സ്നേഹമായിട്ടിരിക്കുക. ഏത് സമയവും മാറിയും വരും. അപ്പോൾ എല്ലാ ജാതികളും ഇസ്രായേലിനെതിരായിട്ട് യുദ്ധത്തിന് വരും. ഇപ്പോൾ അവർ ജയിച്ചൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ സകല വഴികളും ഇപ്പോൾ എന്താ, ഈ വഴികൾ ഇങ്ങനെ ഹൈവേകൾ കൂടാൻ കാരണം, എക്സ്പ്രസ് ഹൈവേയും ആ ഹൈവേയും ഈ ഹൈവേയും ഒക്കെ കൂടുമ്പം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, സ്തോത്രം, ഇത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രയോജനത്തിനാണ് നമ്മൾ ചിന്തിക്കും. പക്ഷേ അങ്ങനെയല്ല. എല്ലാ രാജ്യത്തൊന്നും പട്ടാളക്കാരും ടാങ്കും യുദ്ധവും എല്ലാം ഹർമഗദോനിൽ യഹോശാഫാത്ത് താഴ്വര അല്ലെങ്കിൽ അവിടേക്ക് ചെല്ലണം. അതിനുള്ള ഒരുക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചൈന മുതൽ അങ്ങോട്ടുള്ള വലിയ വലിയ ഹൈവേകൾ പണിതുകൊണ്ടിരിക്കുക. എല്ലാം ഇസ്രായേലിലേക്ക് പൊക്കോണ്ടിരിക്കുക. ഇസ്രായേൽ വഴി കറങ്ങി പൊക്കോണ്ടിരിക്കുക. അപ്പോൾ സകല ജാതികളും അവർക്കെതിരായിട്ട് യുദ്ധത്തിന് വരും. അവർക്കെതിരായ യുദ്ധത്തിന് വന്നു കഴിയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ കർത്താവ് ഇറങ്ങി വരികയാണ്. 19:11 വായിച്ചാട്ട്. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. സ്വർഗത്തിൽ കുതിരയുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കും. ഹല്ലേലൂയ. നമ്മളിതെല്ലാം സംശയത്തോടെ നമ്മൾ നോക്കും. വെള്ളക്കുതിര പ്രത്യക്ഷമായി.
വേദപുസ്തകം പിടിച്ചു കഴിഞ്ഞാൽ 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 11-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഏലിയാവിനെ സ്വർഗത്തിൽ നിന്ന് അഗ്നി അശ്വങ്ങളും അഗ്നിരഥങ്ങളും, അഗ്നി അശ്വം എന്ന് വെച്ചാൽ തീ കൊണ്ടുള്ള കുതിര, ആ കുതിര മുഴുവൻ തീമയമാണ്, അഗ്നി അശ്വങ്ങളും അഗ്നിരഥങ്ങളും കടന്നു വന്ന് അവനെ ഏലിയാവിനെയും ഏലിശായെയും തമ്മിൽ വേർതിരിച്ചിട്ട് കർത്താവിനെ കൊണ്ടുപോകുവാനിടയായി തീർന്നു, ഏലിയാവിനെ കൊണ്ടുപോകുവാനിടയായി തീർന്നു. അപ്പോൾ സ്വർഗത്തിൽ എന്തുണ്ട് കിട്ടിയെങ്കിലൊന്ന് വായിച്ചത്. അവർ സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോൾ അഗ്നിരഥവും അഗ്നിശ്വങ്ങളും വന്ന് അവരെ തമ്മിൽ വേർപിരിച്ചു. ഇത് സ്വർഗത്തിൽ നിന്ന് വന്നതാ. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ഏലിയാവ് ചുഴലി. ഈ മാധ്യമം ഒന്നും ഇല്ലേലും ദൈവത്തിന് ചെയ്യാം. പിന്നെ പഴയ കാലത്ത് ഈ വാഹന മൃഗങ്ങളായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെയുള്ള പ്ലെയിൻ്റെ മാതൃകയൊല്ലുമാണ് കാണിക്കുന്നതെങ്കിൽ അന്നുള്ളവർക്ക് മനസ്സിലാകത്തില്ല. അപ്പോൾ അന്ന് യുദ്ധത്തിനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന രഥങ്ങളാണ്. അപ്പോൾ എന്നാലേ ദൈവത്തിന് ആ രഥമേ ഉള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കരുത് കേട്ടോ. അവരോടുള്ള ബന്ധത്തിൽ അങ്ങനെ ഒരു മാധ്യമം ദൈവം എടുത്തെന്നുള്ളതേ ഉള്ളൂ. അവരോടുള്ള ആ ഒരു മാധ്യമം നമ്മളെല്ലാവരും അറിയണം. നമ്മളിവിടുന്ന് രൂപാന്തരപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏത് രൂപത്തിലേക്കും നമുക്ക് മാറാൻ കഴിയും. നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും, വാതിൽ അടച്ചിട്ടിരിക്കുമ്പോൾ അകത്ത് വരാൻ പറ്റും, പുറത്തു പോകാൻ പറ്റും, എവിടോട്ട് വേണേലും സഞ്ചരിക്കാൻ പറ്റും. നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, സൂര്യനിൽ നിൽക്കുന്ന ഒരു ദൂതൻ. അത് പിന്നീട് നമ്മൾ സംസാരിക്കും. സൂര്യനിൽ നിൽക്കുന്ന ഒരു ദൂതൻ. സൂര്യനിൽ എങ്ങനെ നിൽക്കാൻ പറ്റുന്നേ? പക്ഷേ ഈ ദൂതന് നിൽക്കാം. നമ്മുടെ ശരീരത്തിന് നിൽക്കാവുന്നൊരു ശരീരം, കാരണം കർത്താവിൻ്റെ ശരീരം പോലെ നമ്മുടെ ശരീരവും ആകും. അതുകൊണ്ട് നമ്മളിവിടെ കുറേ ത്യാഗവും ബുദ്ധിമുട്ടും ഒക്കെ സഹിച്ചാലേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ത്യാഗവും ബുദ്ധിമുട്ടും ഒക്കെ സഹിക്കണം. നമുക്ക് നല്ലൊരു കത്തിയോ നല്ലൊരു ഉപകരണം ഉണ്ടാകണമെങ്കിൽ കൊല്ലൻ്റെ ആലയിൽ ആ ഇരുമ്പ് പഴുത്ത് എന്തോരം അടിയടിച്ചാലാ, എന്തോരം അടിയാ. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ നമ്മൾ കാണുന്നില്ല. അല്ലെങ്കിൽ 2 പേര് നിന്നാണ് അടിക്കുന്നത്. അടകല്ലയിലോട്ട് ഇത് വെച്ചിട്ട് അടിക്കുക. അപ്പോൾ അതൊരു നല്ല പാത്രമായി തീരണമെങ്കിൽ, നല്ലൊരു കാര്യമായി തീരണമെങ്കിൽ അതിന് കുറച്ച് ചതയും ഇതുമൊക്കെ വേണം. നമ്മളും ചില ചതവും മുറിവും ഒക്കെ നമുക്ക് കേൾക്കുന്നതിൻ്റെ കാര്യം എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ നല്ലൊരു പാത്രമായി തീരണം. ഹല്ലേലൂയ. മുമ്പേ നമ്മൾ കേട്ട് ചില ഫോൺ കോളെന്ന്. ഈ ഫോൺ കോളെന്നൊക്കെ പറയുമ്പോൾ നമ്മളെ ഒരു നല്ല പാത്രമായിട്ട് മെനയാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. സ്തോത്രം. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. ഇതുപോലെ തന്നെ 2 രാജാക്കന്മാർ 6-ാം അധ്യായം 13 വാക്യങ്ങൾ, അത് വളരെ രസകരമായ കാര്യമാണ്. ആരാൻ രാജാവ് അറയിൽ പറയുന്ന കാര്യം, രാജധാനിയിൽ പറയുന്ന കാര്യം ഏലീശ പ്രവാചകൻ ചെന്ന്, സ്തോത്രം, ആരോട് പറയും? ഇസ്രായേൽ രാജാവിനോട് പറയും. അപ്പോൾ ആരാൻ രാജാവ് പല പ്രാവശ്യം പദ്ധതി ഇട്ടതെല്ലാം ഇസ്രായേൽ രാജാവ് അറിഞ്ഞിട്ട് അവൻ ഒഴിഞ്ഞു പോകാനിടയായി. അപ്പോൾ രാജാവ് വിഷമിച്ചു. രാജാവ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നമ്മുടെ കൂട്ടത്തിൽ ഇസ്രായേൽ രാജാവിൻ്റെ പക്ഷത്തുള്ളവൻ ആരാണ്? രാജാവ് അന്വേഷിക്കാൻ തുടങ്ങി. ഉടൻ തന്നെ, സ്തോത്രം, ഹല്ലേലൂയ, ഒരു പട്ടാളക്കാരൻ പറഞ്ഞത് എങ്ങനെയാണ്? രാജാവേ, അങ്ങ് അരമനയിൽ പറയുന്ന രഹസ്യമായ കാര്യങ്ങൾ ഇസ്രായേലിലൊരു പ്രവാചകനുണ്ട്, അവനത് ഗ്രഹിച്ചിട്ട് അവനത് മനസ്സിലാക്കിയിട്ട് അവൻ എന്ത് ചെയ്യുകയാണ്? സ്തോത്രം, ഇസ്രായേൽ രാജാവിന് അറിവ് കൊടുക്കുകയാണ്. ആരാൻ രാജാവിന് ദേഷ്യം വന്നു. അവൻ പട്ടാളത്തെ 6:13 മുതൽ, ഹല്ലേലൂയ, 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങൾ ചെന്ന് അവൻ എവിടെ ഇരിക്കുന്നു എന്ന് നോക്കൂ. ആരാൻ രാജാവ് പറഞ്ഞു, നിങ്ങൾ ചെന്ന് അവൻ എവിടെ ഇരിക്കുന്നു എന്ന് നോക്കുവീൻ, ഞാൻ ആളയച്ച് അവനെ പിടിപ്പിക്കും എന്ന് അവൻ കൽപ്പിച്ചു. അവൻ ദോദാനിൽ ഉണ്ടെന്ന് അവൻ അറിവ് കിട്ടി. അവൻ അവിടേക്ക് ശക്തിയുള്ള സൈന്യത്തെ കുതിരകളും രഥങ്ങളുമായി അയച്ചു. അവർ രാത്രിയിൽ ചെന്ന് പട്ടണം വളഞ്ഞു. ദൈവപുരുഷന്റെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു. ബാല്യക്കാരൻ അവനോട്, അയ്യോ യജമാനനെ, നാം എന്ത് ചെയ്യും എന്ന് പറഞ്ഞു. കാരണം അവന് കാഴ്ചപ്പാടില്ലാത്തവനാ. ബാല്യക്കാരൻ ചോദിക്കുക, അയ്യോ യജമാനെ, നാം എന്ത് ചെയ്തു? പട്ടണം മുഴുവനും ഇത് വളഞ്ഞിരിക്കുക. അപ്പോൾ വായിച്ചോ. അതിന് അവൻ, പേടിക്കേണ്ട, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം എന്ന് പറഞ്ഞു. പിന്നെ ഈ ദൂത് ഒന്ന് ഏറ്റെടുക്കണം കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന നമ്മൾ തന്നെയാ ചുമക്കുന്നെന്ന്.
നമ്മുടെ കണ്ണും ഹൃദയക്കണ്ണൊന്ന് തുറന്നാൽ നമ്മളെ കാവൽ ചെയ്യുന്ന അനേക ദൂതന്മാരെ നമുക്ക് കാണാൻ പറ്റും. ഹല്ലേലൂയ. ആ കണ്ണൊന്ന് തുറന്നാലേ കാണാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. കാവൽ ചെയ്യുന്ന ദൂതന്മാരെ കാണാൻ പറ്റും. അപ്പോൾ എലീശ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ ഇവൻ്റെ കണ്ണൊന്ന് എന്ത് ചെയ്യണം? തുറന്നു കൊടുക്കണം. സ്തോത്രം. അന്നേരം വായിച്ചേ. യഹോവേ ഇവൻ ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ ബാല്യക്കാരന്റെ കണ്ണ് തുറന്നു. എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും. കണ്ടോ, നമ്മൾ പറയുന്ന ചിന്ത ഇതാണ്. സ്വർഗത്തിൽ കുതിരയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ അവൻ കാണുകയാണ്, എലീശയുടെ ചുറ്റും അഗ്നിമയമായ രഥങ്ങളും കുതിരകളും നിൽക്കുന്നത് അവൻ കണ്ടു. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. കാരണം അങ്ങനെ പറഞ്ഞാലേ ഇവർക്ക് മനസ്സിലാകത്തുള്ളൂ. നമ്മളാണെങ്കിൽ ഇപ്പം എന്നാ പറയും, വലിയ ടാങ്കും അതുപോലെ തന്നെയുള്ള മിസൈലുമാണ് ചുറ്റുമെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. പക്ഷേ അന്നത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അന്നത്തെ യുദ്ധോപകരണം അതാ. അവനത് കാണുവാനായിട്ടിടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് മഹത്വ പ്രത്യക്ഷതയുടെ കാര്യമാണ് പറയുന്നത്. യേശുവിൻ്റെ രഹസ്യമായൊരു വരവുണ്ട്, പരസ്യമായ വരവുണ്ട്. രഹസ്യമായ വരവിൽ എടുക്കപ്പെടാനുള്ളവരാണ് നമ്മൾ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ എന്തു ചെയ്യും? ഉയർത്തെഴുന്നേക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഹല്ലേലൂയ. അത് രഹസ്യവരവാണ്. കർത്താവിൻ്റെ കാന്ത ആ ഒരു വരവാണ്. അതിനുശേഷം 7 വർഷം കഴിയുമ്പോഴാണ് ഈ പരസ്യമായ വരവ് വരുന്നത്. സ്തോത്രം. അത് യൂദായുടെ ലേഖനം 14ഉം 15ഉം വാക്യം വായിക്കാം. യൂദായുടെ ലേഖനം, വെളിപ്പാടിന് തുടർന്ന് യൂദായുടെ ലേഖനം 14-15 വാക്യം ഹാനോക്ക് പറയുന്ന ഒരു കാര്യമാണ്. വായിക്കാം. ആദാം മുതൽ ഏഴാമനായ ഹാനോക്കും ഇവരെ കുറിച്ച്. ആദാം മുതൽ ഏഴാമനായ ഹാനോക്ക് ഇവരെ കുറിച്ച്. ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും. ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാൻ. സ്തോത്രം. വളരെ ശ്രദ്ധിക്കണേ. സകല മനുഷ്യർക്കും വിധിയുണ്ട്. വിശുദ്ധന്മാർക്ക് ന്യായമായ പ്രതിഫലത്തിൻ്റെ വിധി, അല്ലാത്തവർക്ക് ശിക്ഷാവിധിക്കുള്ള വിധി. സ്തോത്രം. ഇതുണ്ട് പ്രിയമുള്ളവരെ. നമ്മളിത് അതുകൊണ്ടാണ് ഭയത്തോടെ യഹോവയെ സേവിക്കണമെന്ന് പറയുന്നത്. ഭയത്തോടെ യഹോവയെ സേവിക്കണമെന്ന് പറയുന്നതിൻ്റെ കാര്യമാണ്. ഓരോരുത്തർക്കും വായിച്ചോ. ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ അപ്പൊ ഭക്തിക്ക് അനുസരിച്ചുള്ള കാര്യമുണ്ട്, ഭക്തിക്ക് വിരുദ്ധമായ കാര്യമുണ്ട്. അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ നിന്റെ നേരെ പറഞ്ഞ സ്തോത്രം. നമ്മളൊന്ന് ആലോചിക്കണേ. സകല നിഷ്ഠൂരങ്ങളും നമ്മുടെ കർത്താവിനെ വിസ്തരിച്ചവര്, ഒറ്റിക്കൊടുത്തവര്, പീലാത്തോസ് അവനെ ചാട്ട കൊണ്ട് അടിച്ചവര്, അത് മാത്രമല്ല കർത്താവിൻ്റെ സഭയെ ഉപദ്രവിച്ചവര്. കർത്താവിൻ്റെ സഭയെ ഉപദ്രവിക്കുക എന്ന് പറയുമ്പോൾ ശൗല് കർത്താവിൻ്റെ സഭയെ ഉപദ്രവിച്ചതാ. അപ്പോഴാണ് കർത്താവിനോട് ചോദിക്കുന്നത്, അവന് പ്രത്യക്ഷമായി ദമസ്കോസ് വെച്ച് ചോദിക്കുന്നത്, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്തെന്ന് ചോദിച്ച ആ ഒരു കാര്യം. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സകല ആളുകളെയും സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെയൊക്കെ ദൈവം ബോധം വരുത്തും. സ്തോത്രം. ഹല്ലേലൂയ. സകല മനുഷ്യരും അറിയണം. ഭക്തികെട്ടവരെ, ഇപ്പം ഭക്തി ഇല്ലെന്ന് പറഞ്ഞാലും ഭക്തികെട്ടവരെയൊക്കെ എന്ത് ചെയ്യും? ബോധം വരുത്തും. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്നൊരു സഹോദരിയുടെ പ്രസംഗം ഞാൻ കേട്ടു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇന്നത്തെ നടപ്പും കാര്യവും കണ്ടാണ് അവൾ പറയുന്നത്. ഇന്ന് മനുഷ്യർ കല്യാണത്തിന് വേണ്ടി ചെലവഴിക്കുന്ന പൈസയും അതുപോലെയുള്ള ഇന്ന് കാണുന്ന ഇത് എന്നാന്ന് ചോദിച്ചാൽ സേവ് ദ ഡേറ്റ്, എൻഗേജ്മെൻറ്റ്, മൈലാഞ്ചി, കല്യാണം, ഇങ്ങനെ ലക്ഷങ്ങളാണ് ആളുകൾ പൊടിക്കുന്നത്. എന്ന് വെച്ചാൽ അതിനകത്ത് ദൈവഭയമൊന്നുമില്ല. കള്ളുകുടിക്ക് പ്രത്യേകം സെക്ഷൻ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇതുണ്ട്. ആ സഹോദരി പറഞ്ഞ ഇങ്ങനെയാണ്, ചെറുക്കനോടും പെണ്ണിനോടും ഒക്കെ പറയുകയാണ്, ഇങ്ങനെ ചിലവാക്കണമെങ്കിൽ നിങ്ങൾ അധ്വാനിച്ച് ചിലവാക്കണം. അപ്പനും അമ്മയും കഷ്ടപ്പെട്ട് ഉയർത്തുണ്ടാക്കുന്ന പൈസ കൊണ്ട് നിങ്ങളിങ്ങനെ ചിലവാക്കരുത്. അവർ പറയുന്ന, നമുക്കതൊക്കെ ഗ്രൂപ്പിലിട്ടാൽ എങ്ങനെ വ്യാഖ്യാനിക്കുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. ഓരോരുത്തർക്ക് ഓരോ മെൻറ്റാലിറ്റിയിൽ വ്യാഖ്യാനിക്കും.
കാരണം അവളുടെ കഴുത്തിൽ കാലിലൊരു കുണുക്കൊക്കെ ഉള്ളതാണ്. അപ്പോൾ പിന്നെ ഞാനങ്ങാണ് വിട്ട് കഴിഞ്ഞാൽ പാസ്റ്ററിനെ അങ്ങോട്ടായി പോയോ എന്ന് ചിന്തിക്കും. അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ലോകം വല്ലാത്തൊരു രീതിയിലേക്ക് പോകുക, വഷളത്വത്തിലേക്ക്, ഭയങ്കര ചെലവിലേക്ക്, ആർഭാടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. ഭക്തിയില്ലാതെ ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഭക്തിയില്ലാതെ ചെയ്യുന്ന കാര്യങ്ങൾ ഒത്തിരി കാര്യങ്ങളുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണേ. നിങ്ങൾക്കത് പറഞ്ഞ് മനസ്സിലാകുകയില്ല. ഇപ്പോഴത്തെ ഇതെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാം ക്യാമറക്കാരും ആണ് കാര്യങ്ങൾ ക്രമീകരിക്കുന്നത്. കല്യാണത്തിനും എൻഗേജ്മെൻറ്റിനും മുമ്പ് തന്നെ പെണ്ണിനെയും ചെറുക്കനെയും കൂട്ടി മാതാപിതാക്കൾ പോകാറില്ല. അവർക്ക് ഇഷ്ടമുള്ളിടത്ത് പോവുക. പോയിട്ട് ഒന്നുകിൽ അവരവരുടെ ഇത് എടുക്കും, അല്ലെങ്കിൽ വേറെ ക്യാമറാമാന്മാരെ കൊണ്ട് എടുപ്പിക്കും. അങ്ങനെയൊക്കെ ഒരു സിസ്റ്റത്തിലേക്ക് ലോകം അധപ്പതിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു രീതിയിലേക്ക്. കാരണം ഇപ്പോൾ വരുന്ന കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ എല്ലാവരും അങ്ങനെ ചെയ്യുന്നു, അപ്പോൾ നമ്മളും ചെയ്തില്ലേ മോശമാണെന്നുള്ളൊരു ചിന്ത ആളുകളിൽ ഭരിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, അവർ അഭക്തിയോടെ ചെയ്ത ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാൻ ആയിരം വിശുദ്ധന്മാരുമായി വരുന്നു. ഭക്തികെട്ടവരെ ബോധം വരുത്താൻ. ഭക്തികെട്ടവരെ എല്ലാം ദൈവം ബോധം വരുത്തും കേട്ടോ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലല്ല. ഭക്തികെട്ടവരെ എല്ലാം ദൈവം ബോധം വരുത്തും. ദൈവം ബോധം വരുത്തിയിട്ടേ വിടത്തുള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്താൻ്റെതിന് 1000 വിശുദ്ധന്മാരോടുകൂടി വന്നിരിക്കുന്നു. ആ വിശുദ്ധന്മാരുടെ ഗണത്തിൽ നമ്മളുണ്ട്. എന്നാലെങ്കിലും ഒരു സ്തോത്രം പറ. ആ വിശുദ്ധന്മാരുടെ ഗണത്തിൽ ആരുണ്ട്? ദൈവസഭയുണ്ട്, ദൈവമക്കളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷമിക്കുന്നത്. ഇപ്പോൾ വേണേൽ ടി വി ഒക്കെ ഓണാക്കി എന്തെങ്കിലുമൊക്കെ കണ്ട് കേട്ടുകൊണ്ടിരുന്ന എന്ത് രസമാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ ഉപേക്ഷിച്ച് നമ്മളിവിടെ വരുന്നു. നാളെ രാവിലെ ആരാധനയ്ക്ക് വരുന്നു, മഴയാണേലും വരുന്നു, കഷ്ടപ്പെട്ട് വരുന്നു. കാരണം എന്നാന്ന് ചോദിച്ചാൽ നമുക്കൊരു പ്രതിഫലമുണ്ട്. ആ ഒരു ലക്ഷ്യമാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് നമ്മൾ ഓടുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. 2 തെസ്സലോനിയർ 1-6 വാക്യം കൂടെ വായിക്കുമ്പോൾ ഈ വരവിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 1-6 വാക്യങ്ങളിൽ കർത്താവായ യേശു തൻ്റെ ശക്തി വായിച്ചോ. 2 തെസ്സലോനിയർ ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും 2 തെസ്സലോനിക്ക ലേഖനം 1-6 2 തെസ്സലോനിയർ 1-6 വാക്യങ്ങൾ. കർത്താവായ യേശു തൻ്റെ കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ അങ്ങനെ ഒരു അനുഭവം ഉണ്ട് കേട്ടോ. ഇന്നിപ്പോൾ വലിയ ആള് കളിക്കുന്നവന്മാർക്കെല്ലാം ദൈവം പ്രതികാരം ചെയ്യും. ഇപ്പം അവർ ജയിച്ചു നിൽക്കുക എന്ന് ഓർക്കും. ഹല്ലേലൂയ. നമ്മളെ കാണുമ്പോൾ ചിലർക്ക് അയ്യോഭാവം തോന്നുക. നമ്മൾ കർത്താവിനെ പ്രസംഗിക്കുകയും കർത്താവിൻ്റെ കാര്യം പറയുകയും ചെയ്യുമ്പോൾ അയ്യോഭാവം തോന്നുകയാണ്. പക്ഷേ ഇവരോടൊക്കെ ദൈവമായ കർത്താവ് എന്ത് ചെയ്യും? പ്രതികാരം ചെയ്യും. സ്തോത്രം. ഈ ന്യായവിധി എന്താ ഇങ്ങനെ താമസിക്കുന്നതെന്ന് ചോദിച്ചാൽ അവൻ നീതിമാനാകൊണ്ടാണ്. കാരണം എങ്ങനെയെങ്കിലും ചില ആളുകളുടെ ഈ അനുഭവത്തിലേക്ക് വരണം. അതോർത്ത് അവൻ നീതിമാനാകുന്നതുകൊണ്ടാണ് കർത്താവ് തൻ്റെ വരവ് വരാൻ താമസിക്കുന്നത്. നമ്മൾ ചോദിക്കും എത്ര നാളായി പറയാൻ തുടങ്ങിയിട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ എവിടെയാണ് വരുന്നത്? ഇനിയും വരത്തില്ലെന്നൊക്കെ പറയും. സ്തോത്രം. അവൻ നമ്മുടെ കർത്താവ് നീതിമാനായതുകൊണ്ടാണ്, സ്തോത്രം, ഹല്ലേലൂയ, അവൻ വരാൻ താമസിക്കുന്നത്. സ്തോത്രം. ഈ ന്യായം വിധിക്കുന്ന കാര്യത്തിലും ദൈവം നീതിയുള്ളവനാണ്. മനുഷ്യർ ന്യായം വിധിക്കുന്ന പോലെയല്ല ദൈവം ന്യായം വിധിക്കുന്നത്. നമ്മളിപ്പോൾ ഏതൊരു പ്രശ്നം ഉണ്ടെന്ന് നോക്കിക്കോ, അതിനകത്ത് 2 പക്ഷമുണ്ട്. ഏതൊരു കാര്യം പോയാലും. അതുകൊണ്ടാണല്ലോ പഴഞ്ചൊല്ല് പറയുന്നത്, അമ്മയെ തല്ലിയാലും 2 പക്ഷമാണ്. അമ്മയെ തല്ലിയെന്ന് പറഞ്ഞാൽ തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് ശിക്ഷാവിധിയുള്ള കാര്യമാണ്. അപ്പോൾ ഒരു കൂട്ടം ആളുകൾ എന്ത് ചെയ്യും? അവർക്കിട്ട് 2 കൊടുക്കേണ്ടതായിരുന്നു, കാരണം അവരുടെ കയ്യിലിരിപ്പ് അങ്ങനെ. അപ്പോൾ അങ്ങനെ ഒരു പക്ഷം. ഏതൊരു കാര്യത്തിനും 2 പക്ഷമാണ്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് എന്ന് പറയുന്നത് അവൻ നീതിമാനാണ്. സ്തോത്രം.
അവൻ നീതിമാനാ. അവൻ നീതിമാനായതുകൊണ്ട് അവൻ്റെ ന്യായവിധി നീതിയുള്ളതാണ്. കർത്താവ് മുഖം നോക്കി ന്യായം വിധിക്കുന്നവനല്ല. ഹല്ലേലൂയ. എല്ലാവരും പാപത്തിന് ശിക്ഷയുണ്ട്, അതിന് മാറ്റമില്ലാത്ത കാര്യമാണ്. ഒരുപക്ഷെ മനുഷ്യരെ നമുക്ക് കളിപ്പിക്കാം, ആളുകളെ കളിപ്പിക്കാം, പാസ്റ്ററെ കളിപ്പിക്കാം, വിശ്വാസിയെ കളിപ്പിക്കാം, ഭാര്യയെ കളിപ്പിക്കാം, ഭർത്താവിനെ കളിപ്പിക്കാം. പക്ഷേ ആരെ കളിപ്പിച്ചെന്ന് പറഞ്ഞാലും ഒരു ന്യായവിധി. പാപമുണ്ടോ അവിടെ ശിക്ഷയുണ്ട്, പാപമുണ്ടോ അവിടെ ശിക്ഷയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ചില വാർത്തയൊക്കെ കാണുമ്പോൾ, പത്രക്കാരെഴുതിയേക്കുമ്പോൾ രാത്രി 2:30 ഹൈറേഞ്ചിൽ നിന്ന് വരുമ്പോൾ ഒരു കൂട്ടുകാരനും കൂട്ടുകാരിയും വണ്ടിക്കടിയിൽ പോയി മരിച്ചു. ഈ രാത്രി നിങ്ങൾ പല വാർത്ത ഇങ്ങനെ കേട്ടിട്ടുണ്ട്. രാത്രി 2:30 ഈ കൂട്ടുകാരനും കൂട്ടുകാരിക്കും ഹൈറേഞ്ചിൽ എന്നാ പണി? അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എന്താ പണി? ഈ രാത്രി തന്നെ വരണോ ഇങ്ങോട്ട്? കൂട്ടുകാരനും കൂട്ടുകാരി അതിൻ്റെ ലെവലിൽ നിൽക്കണം, അല്ലാതെ ഇഷ്ടമുള്ളവരുടെ കൂടെ വൈക്കയിലും ചാടി കയറി പോവുകയല്ല. അപ്പം അത് മനുഷ്യനെ പറ്റിക്കുകയും ഭർത്താവിനെ പറ്റിക്കുകയും ഭാര്യയെ പറ്റിക്കുകയും ചെയ്താൽ പോരുന്നത്. പിന്നെ ഈ വാർത്തകൾ എഴുതുന്നവരങ്ങനെ ലളിതമാക്കി വിട്ടും. സുഹൃത്ത്, ഈ പെൺസുഹൃത്തുമായിട്ട് രാത്രി ഇന്നിടത്തൂടെ പോയപ്പോൾ വണ്ടി, എന്നിട്ട് ആ വണ്ടി മുട്ടിയവൻ്റെ വണ്ടിക്കാരനെയാണ് പിന്നെ പ്രശ്നം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ദൈവം പാപത്തിന് കൂട്ടു നിൽക്കത്തില്ല. കുറേ നാളൊക്കെ പിടിച്ചു നിൽക്കാം. ഹല്ലേലൂയ. കുറേ നാളൊക്കെ പിടിച്ചു നിൽക്കാം. ചില ആളുകൾക്ക് മാരകമായ രോഗങ്ങൾ ദൈവം തമ്പുരാൻ ഇടാറുണ്ട്. മാരകമായ രോഗങ്ങൾ ഇപ്പം നമുക്ക് പറയാൻ കൊള്ളത്തില്ല. പത്രത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു സ്ത്രീ, ഉമ്മൻചാണ്ടിക്കെതിരെയൊക്കെ ഇത് പറഞ്ഞ സ്ത്രീയുടെ അവസ്ഥയെന്നൊക്കെ പറഞ്ഞിടുന്നുണ്ട്. കാരണം പാപം എവിടെയുണ്ടോ, ഇപ്പോൾ അവരെക്കുറിച്ചൊന്നും കേൾക്കാനില്ല. എവിടെയുണ്ടോ അവിടെ ശിക്ഷയുണ്ട്. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. നമ്മൾ ഒരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങളോ ആരായിരുന്നാലും പാപത്തിൻ്റെ വഴിയിലേക്ക് പോയാൽ അതിനെ ന്യായീകരിക്കരുത്. ന്യായീകരിച്ചുകൊണ്ട് കാര്യമില്ല. ന്യായീകരിക്കുന്നവനും മേടിക്കും, അല്ലാത്തവനും മേടിക്കും. ഏലി എന്നെ കഴുത്തൊടിഞ്ഞ് മരിക്കാൻ കാരണം മക്കൾ സത്യത്തിൽ നടക്കുന്നില്ല, നേരെ നടക്കുന്നില്ല എന്ന് കണ്ടിട്ടും അവൻ ശാസിച്ച് അമർത്തായിക കൊണ്ട്. നമ്മൾ ഓർക്കണം എത്ര ഭയങ്കരമാണെന്ന്. ഹല്ലേലൂയ. ശാസിച്ച് അമർത്തായിക കൊണ്ട്, സ്തോത്രം, അവനത് അനർത്ഥം വരുവാനിടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ന്യായമായിട്ട് വിധിക്കും, നമ്മൾ വിധിക്കരുത്. റോമാലേഖനം 2:1 വാക്യങ്ങളൊന്ന് വായിച്ച്. റോമാലേഖനം 2-1 വാക്യങ്ങൾ. ഹല്ലേലൂയ. നമുക്ക് വിധിക്കാൻ പാടില്ല, കർത്താവാണ് വിധിക്കുന്നത്. റോമാലേഖനം 2 വാക്യങ്ങൾ. അതുകൊണ്ട് വിധിക്കുന്ന ഏതും മനുഷ്യനുമായുള്ള വളരെ ശ്രദ്ധിക്കണം. ലേഖനം എഴുതുമ്പോൾ പൗലോസ്ലീഹ പറയുന്നൊരു കാര്യമുണ്ട്. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതൊഴിച്ച് വേറൊരുവൻ വന്ന് അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാ. പൗലോസ് അറിയിക്കുകയാണ്. ആകയാൽ എന്താ പറഞ്ഞേ? അതുകൊണ്ട് വിധിക്കുന്ന ഏത് മനുഷ്യനുമായുള്ളവേ നിനക്ക് പ്രതിവാദം പറയാൻ ഇല്ല. നിനക്ക് പ്രതിവാദം പറയാനില്ല. വിധിക്കാൻ നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. സ്തോത്രം. ദൈവത്തിന്റെ വചനം അങ്ങനെ പറയുന്നത്. താഴോട്ട് വായിച്ചു. അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു. അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ എന്ത് ചെയ്യുക? കുറ്റം വിധിക്കുന്നു. വിധിക്കുന്ന നീ അത് തന്നെ പ്രവർത്തിക്കുന്നുവല്ലോ. എന്നാൽ ആ വക പ്രവർത്തിക്കുന്നവരുടെ നേരെ ദൈവത്തിന്റെ വിധി സത്യാനുസരണമായിരിക്കുന്നു. ദൈവത്തിന്റെ വിധി ലോകത്തിലുള്ള സകല മനുഷ്യരെയും ദൈവം വിധിക്കും. ഹല്ലേലൂയ. അത് ദൈവത്തിൻ്റെ വിധി സത്യമായിട്ടുള്ള വിധിയായിരിക്കും. അതിനകത്ത് ഒരു എക്സ്ക്യൂസും ഇല്ല. ആർക്കും നമുക്ക് മധ്യസ്ഥ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ആരും വളരെ ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ കോപത്തിൻ്റെ അതിനകത്തുനിന്ന് നമുക്ക് വേണേൽ ജീവനോടിരിക്കുമ്പോൾ ഒരുവിന് വേണ്ടി ഒരുവിന് പ്രാർത്ഥിക്കാം. പക്ഷേ എന്നിട്ടും അവർക്ക് മാനസാന്തരമില്ലെങ്കിൽ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വിധി മുഖപക്ഷമില്ലാത്തതാണ്. സ്തോത്രം. വായിച്ചോ. ആ വക പ്രവർത്തിക്കുന്നവരെ വിധിക്കുകയും അത് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ, നീ ദൈവത്തിന്റെ വിധിയിൽ നിന്ന് തെറ്റി ഒഴിയുമെന്ന് നനയ്ക്കുന്നുവോ? നീ ദൈവത്തിന്റെ വിധിയിൽ നിന്ന് തെറ്റി ഒഴിയുന്നെന്ന് നനയ്ക്കുന്നുവോന്ന്? അല്ല, ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ നീ അവന്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യവും നിരസിക്കുന്നു. ദൈവം നമ്മളോട് ദയ കാണിക്കുകയും ദീർഘശാന്തി കാണിക്കുകയും മനസ്കത കാണിക്കുകയും ചെയ്യുക. നമ്മളത് വെറുത്ത് കളയുക.
അതുകൊണ്ട് നമുക്ക് അന്യോന്യം വിധിക്കാനുള്ള അവകാശം ഇല്ല. ഹല്ലേലൂയ. അന്യനെ നമുക്ക് ആരെങ്കിലും അവരവരുടെ രീതിയിൽ നടക്കട്ടെ. പിന്നെ നമ്മൾ ഇപ്പം ശുശ്രൂഷകനും ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ ചില ഉപദേശങ്ങൾ പറയും. ഉപദേശം പറയാതിരിക്കാൻ പറ്റുകയില്ല. സ്തോത്രം. അങ്ങനെയാണ്. അന്യനെ വിധിക്കാൻ നമുക്ക് അവകാശമില്ല. മടങ്ങി വരട്ടെ. വെളിപ്പാട് പുസ്തകം 19:12 വന്നേ. സ്തോത്രം. അവന്റെ കണ്ണ് അഗ്നിജ്വാല. നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുന്ന കാര്യമാണ്. അവന്റെ കണ്ണ് അഗ്നിജ്വാല. തലയിൽ അനേകം രാജമുടികൾ. തലയിൽ അനേകം. യേശു കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയിൽ അവനെ കാണുകയാണ്. ഈ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 14-ാമത്തെ വാക്യം വായിച്ചപ്പോഴും പറയുന്നുണ്ട്, യോഹന്നാൻ കണ്ട ദർശനം അതായിരുന്നു യേശു കർത്താവിനെ കുറിച്ച്. അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞ് പോലെ. യോഹന്നാൻ കാണുകയാ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ, അവൻ്റെ ആ മഹത്വത്തിൽ കാണുകയാ. സ്തോത്രം. ഹല്ലേലൂയ. ആ വെളിപ്പാട് 1:14 കണ്ട കാര്യം തന്നെയാണ് ഇങ്ങോട്ട് വരുമ്പോൾ പറയുകയാണ്. നമുക്ക് ആ വാക്യം അറിയാവുന്നതുകൊണ്ട് വായിക്കുന്നില്ല. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്ന അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞ് പോലെയും കണ്ണ് അഗ്നിജാലയ്ക്കൊത്തതാണെന്ന് അവിടെ എഴുതിയിരിക്കുക. വെളിപ്പാട് 19:12 പറയുക, അവൻ്റെ തലയിൽ അനേകം രാജമുടികൾ. അതെന്താണെന്ന് ചോദിച്ചാൽ അവൻ ലോകൈക ചക്രവർത്തിയാണ്. അവൻ്റെ അധികാരത്തെ കാണിക്കുന്നതാണ്. യേശുവിൻ്റെ അധികാരത്തിന് മുകളിൽ ഒരു അധികാരമില്ല കേട്ടോ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആണ് എല്ലാ നാമത്തിനും മേലായ നാമം. എല്ലാ മുഴങ്കാലും യേശുവിൻ്റെ സന്നിധിയിൽ മടങ്ങേണ്ടി വരും. എല്ലാ നാവും ഏറ്റുപറയേണ്ടി വരും. ഹല്ലേലൂയ. നമ്മളെ കളിപ്പിച്ച് സ്വർഗത്തിൽ പോകണ്ട, നരകത്തിലേ പോകത്തുള്ളൂ എന്നൊക്കെ പറയുന്ന ആളുകളുടെ അന്ത്യം കണ്ടിട്ടുണ്ട് ഞാനും. അവരുടെ ആ അവസ്ഥയൊന്ന് കാണണം. അതുവരെ കളിയാണെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നതാ. എന്നാൽ കളി കാര്യമായപ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ. നിങ്ങൾക്കറിയാമോ, രക്ഷിക്കപ്പെടാതെ മരിക്കുന്ന ആളുകളെല്ലാം മരിക്കുമ്പോൾ പിശാച അവരെ കൊണ്ടുപോകുന്നത്. അല്ലാതെ സ്തോത്രം എന്ന് വെച്ചാൽ ദൂതന്മാർ വരും, അവർ യാതനാ സ്ഥലത്തേക്ക് അവർ പോകത്തുള്ളൂ. അവരെ കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യുക? സ്തോത്രം, ഹല്ലേലൂയ. ഈ കിടക്കുന്ന മനുഷ്യർ ഭയപ്പെടുകയാണ്. അതേസമയം ഭക്തന്മാരാണെങ്കിലുണ്ടല്ലോ, ഹല്ലേലൂയ, സന്തോഷിച്ച് മരണത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ആളുകളുണ്ട്. കാരണം അവരാ സമയത്ത് കാണുന്നത് ദൈവത്തിൻ്റെ ദൂതന്മാരെയാ, ദൈവത്തിൻ്റെ തേജസ്സാ, ദൈവത്തിൻ്റെ സമാധാനമാ, ദൈവത്തിൻ്റെ സ്വസ്ഥതയാ അവർ കാണുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. എത്രയോ വിശുദ്ധന്മാരാണ് അങ്ങനെ മരിക്കുന്നതെന്നറിയാമോ? എത്രയോ ആളുകൾ, ലോകത്തിൻ്റെ ആളുകൾ, നേതാക്കന്മാർ കാലും കൈയും ഇട്ട് അടിക്കിട്ട് മരിക്കുക. ഞാൻ വായിച്ചിട്ടുണ്ട്. ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ഒരു നേഴ്സ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഒരിക്കലും എന്തെല്ലാം തന്നാലും ഒരു നിരീശ്വരവാദിയുടെ മരണം കാണാൻ എനിക്കിടവരരുതെന്ന്. നിരീശ്വരവാദിയുടെ മരണമെന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായ മരണമാണ് ആ നേഴ്സ് ആശുപത്രിയിൽ കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ തിരുവചനം പറയുന്നു, തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് എന്താണ്? വിലയേറിയതാണ്. സ്തോത്രം, ഹല്ലേലൂയ. 19:13 വരുമ്പോൾ അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. രക്തം തളിച്ച, അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ വെളിപ്പാട് 14:20 നാം കാണുന്നുണ്ട്, അവൻ്റെ നീതിയുള്ള ന്യായവിധിയിൽ രക്തപ്പുഴ ഒഴുകുകയാണ്. ജാതികൾ ആ നമുക്കങ്ങനെ ചിന്തിക്കുമ്പോൾ ഒന്നുമില്ലെന്ന് ഓർത്തും പുഴ ഒഴുകുക. അതുകൊണ്ടാണ് അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു എന്ന് പറയുവാനിടയായി തീർന്നത്. യെശയ്യാവ് 63:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ അവൻ രക്താംബരം ധരിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് നിവൃത്തിയാകുന്ന ഇവിടെയാണ്. യെശയ്യാവ് 63:1 മുതൽ പ്രവാചകൻ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവൻ രക്താംബരം ധരിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ ഈ സകല ജാതികളും യഹോശാഫാത്ത് താഴ്വരയിലേക്ക് വരും. സ്തോത്രം. ദൈവമായ കർത്താവിൻ്റെ വാളിൻ്റെ അല്ലെങ്കിൽ അവരെല്ലാം കൊല്ലപ്പെടും. ഹല്ലേലൂയ. അന്ന് ഈ പക്ഷികൾ അവരുടെ ശവം തിന്ന് മടുക്കുമെന്നാണ് പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. തിരുവചനം വായിക്കുമ്പോൾ 13 വായിക്കുമ്പോൾ വെളിപ്പാട് 19:13 ഒന്ന് വായിച്ചേ. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി, അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്നു പേർ. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അവന്റെ കണ്ണ് അഗ്നിജ്വാല. 13-ാമത്തെ വാക്യം. അവൻ രക്തം തളിച്ച് ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവന് ദൈവവചനം എന്ന് പേർ. അവന് ദൈവവചനം എന്ന പേര്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഈ കർത്താവിന് പറയുന്ന പേര് ദൈവവചനമെന്നാണ്.
ഇതെല്ലാം ഇങ്ങനെ അങ്ങ് കൂട്ടി എഴുതിയേക്കുമ്പോൾ നമ്മൾ മനസ്സിലാവുക എന്നാ ദൈവവചനം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം എന്തായിരുന്നു? ദൈവമായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു. നോക്കിക്കേ, ഇത് ദൈവവചനമാണ്. നമുക്കതങ്ങോട്ട് ഗ്രഹിക്കാൻ പ്രയാസമാണ്. ദൈവം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. 2 തെസ്സലോനിയർ 2-ാം അധ്യായം 8-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ, സ്തോത്രം, അവിടെ എഴുതിയിരിക്കുകയാണ്, അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ട് വരും. അപ്പോൾ കർത്താവായ യേശു തൻ്റെ വായിലെ ശ്വാസത്താൽ അവനെ ഒടുക്കിക്കളയും. സ്തോത്രം, ഹല്ലേലൂയ. 2 തെസ്സലോനിയർ 2-ാം അധ്യായം 8-ാമത്തെ വാക്യം. ഹല്ലേലൂയ. 2 തെസ്സലോനിയർ 2-ാം അധ്യായം 8-ാമത്തെ വാക്യം. 2 തെസ്സലോനിയർ 2-ാം അധ്യായം 8-ാമത്തെ വാക്യം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ട് വരും. അവനെ കർത്താവായ യേശു തന്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തന്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. അപ്പോഴാണ് ഇവരെ എല്ലാം കൊല്ലപ്പെടുവാൻ ഇടയായിത്തീരും. ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. മലാക്കി പ്രവചനം 4-ാം അധ്യായം 1 പോലെ വായിക്കുമ്പോൾ പ്രവാചകൻ പറയുകയാണ്, ചൂള പോലെ കത്തുന്നൊരു ദിവസം വരും. അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവൃത്തിക്കാരും താളടിയാകും. വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ച് കളയുമെന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എന്ത് ചെയ്യുന്നു? അരുളി ചെയ്യുന്നു. അങ്ങനെ വലിയൊരു ന്യായവിധി ഈ ലോകത്തിന് വരാൻ പോവുക. അതിനു മുമ്പായി ദൈവത്തിൻ്റെ സഭ ഇവിടുന്ന് മാറ്റപ്പെടും, ദൈവമക്കൾ മാറ്റപ്പെടും. സ്തോത്രം. ആ 1000 വിശുദ്ധന്മാരോടുകൂടി വരുന്ന സമയത്ത് ആ കൂട്ടത്തിൽ നമ്മളുണ്ട്. അതാ നമ്മുടെ പ്രത്യാശ. അതുകൊണ്ട് ഓരോ ദിവസവും വിശുദ്ധിയോടെ, വേർപാടോടെ, അല്പം കൂടെ ദൈവത്തോട് അടുത്ത് നാം ജീവിക്കണം. അല്പം കൂടെ നമ്മൾ ദൈവത്തോട് അടുത്ത് ജീവിക്കണം. അതാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം.